ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ടി എൻ പ്രതാപൻ ചേരുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേന്ദ്ര സഹമന്ത്രിയോട് ചോദിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ അവരുടെ മൈക്ക് നീട്ടുന്നത്. ഒരു ലൈംഗികാരോപണം നേരിട്ട ഒരു ജനപ്രതിനിധി രാജിവെക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് രാജിവെക്കേണ്ടതല്ല എന്നും അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ലേ എന്നും ആണ് എം മുകേഷ് MLA യുടെ രാജി ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടൻ മാത്രമല്ല BJP നേതാവ് കൂടിയായ സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞത്. അതിനുശേഷം BJPയുടെ ഭാഗത്ത് നിന്ന് അതല്ല നിലപാട് എന്നുള്ള വാക്ക് വരുന്നു. അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് എൻ്റെ വഴി എൻ്റെ അവകാശം, അവിടേക്ക് മൈക്കുമായിട്ട് വരേണ്ടതില്ല എന്ന് പറയുന്നത്. എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് ഒരു സഹമന്ത്രിക്ക് പറയാൻ കഴിയുമോ? അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഖേദകരവുമാണെന്ന് തൃശ്ശൂരിലുണ്ടായത്. തൃശ്ശൂരിന്റെ MP കൂടിയായ സുരേഷ് ഗോപി തൃശ്ശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസായ രാമലയത്തിന് മുന്നിൽ വെച്ച് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. ഞാനത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയെ എത്രയും അപമാനകരമാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റാണ്. ഈ നാട്ടിൽ മാധ്യമങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമങ്ങൾ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ശരി തെറ്റുകൾ കണ്ടെത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ശരി ജനങ്ങൾ മുന്നെത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ജനാധിപത്യത്തിനും ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യകരമായ നിലനിൽപ്പ്. ഞങ്ങൾക്ക് എത്രയോ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് മാധ്യമങ്ങളുടെ. പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പെരുപ്പിച്ച് കാണിച്ച് മാധ്യമങ്ങൾ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഞാനൊക്കെ 20 വർഷക്കാലം നിയമസഭയിലും പാർലമെന്റിലും ജനപ്രതിയായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഒരു മാധ്യമ പ്രവർത്തകന്മാരോടും ഇല്ലാത്ത കാര്യം വിമർശിച്ചിട്ട് പോലും മാധ്യമ പ്രവർത്തകന്മാരോട് നമ്മുടെ മുഖത്ത് പോലും ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. സൗഹൃദം നിലനിർത്തിയിട്ടുള്ളൂ. കാരണം അത് പറയാൻ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരോട് പോലും നമ്മൾ സൗഹൃദം നിലനിർത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപി ഒന്ന് ചെയ്തിരിക്കുന്നത് കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ ദൃശ്യമാധ്യമം കാണാനിടയായി. മാധ്യമ പ്രവർത്തകന്മാര് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തെ കുറിച്ച് പ്രതികരണം ചോദിക്കാൻ ചെന്നപ്പോൾ കയ്യേറ്റം ചെയ്തിരിക്കുന്നത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്ത തൃശ്ശൂർ MP കൂടിയായ സുരേഷ് ഗോപിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടപടി സ്വീകരിക്കണം. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി വിനീത ഉള്ള സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഈ കാര്യത്തിൽ നിർബന്ധമായും ഇടപെടുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഇങ്ങനെയൊന്നും വെച്ചുപുറപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. ഇത് പിന്നെ സിനിമയിലെ പിന്നെ വീര ഡയലോഗുകളല്ല ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത്. സഹിഷ്ണുതയും ക്ഷമയുമാണ് ഉണ്ടാകേണ്ടത്. കേൾക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. അതിനോട് ന്യായമായി പ്രതികരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. ഇനി പ്രതികരണമില്ലെങ്കിൽ പോലും അങ്ങനെ അതിനോട് പറയേണ്ടത് എനിക്ക് പ്രതികരണമില്ല, സോറി എന്ന് പറഞ്ഞ് പോകാനുള്ള വിശാലതയാണ് കാണിക്കേണ്ടത്. അതിന് മാധ്യമങ്ങളുടെ മേൽ തട്ടിക്കയറുകയും ഇത് മാധ്യമങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടി എന്ത് മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത്. ഇത്തരം ഈ ഇരകൾ കൊണ്ടുവന്ന ഇരകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച കാര്യത്തെ, ഇരകളുടെ വികാരത്തെ മാധ്യമങ്ങൾ പുറത്തറിയിച്ചപ്പം ഇത് മാധ്യമങ്ങളുടെ തീറ്റയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ നടത്തപ്പെടുന്നതാണെന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയാണോ ഇരകളുടെ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഇരകൾ പറയുന്നത് സമൂഹത്തെ അറിയിച്ചത്? അങ്ങനെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നു, മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്നു, തള്ളി മാറ്റുന്നു. ഇതൊന്നും ഒരിക്കലും ഭൂഷണമല്ല, അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ അല്പനിമിഷം മുമ്പ് തൃശ്ശൂർ രാമനിലയത്തിലുണ്ടായ സംഭവം സംബന്ധിച്ച് പോലീസ് സൊമോട്ടോ കേസ് എടുക്കുകയാണ് വേണ്ടത്. അല്ല, ഇതിൽ ശ്രീ ടി എൻ പ്രതാപൻ ഒരുപക്ഷെ CPIM-നെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ഒരേ ഒരു പ്രവൃത്തിയായിരിക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അത് എം മുകേഷ് MLA-ക്ക് എതിരെയുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമല്ലേ എന്നുള്ള ചോദ്യം, അത് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് CPIM-ന് ആകെ ലഭിക്കുന്ന സന്തോഷകരമായിട്ടുള്ള പ്രതികരണം. വാസ്തവത്തിൽ ആരോപണം മാത്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരു പ്രതികരണമാണ്. എങ്ങനെ താങ്കൾ അതിനെ കാണുന്നു? സുരേഷ് ഗോപിയുടെ ഇന്നത്തെ തൃശ്ശൂരിലെ പ്രതികരണം CPM-ന് ഭയങ്കര സന്തോഷമാണ്. CPM-ന് സംസ്ഥാന സെക്രട്ടറി പോലും മിണ്ടാതിരിക്കേ, CPM-ന് കൊല്ലം ജില്ലാ സെക്രട്ടറി മിണ്ടാതിരിക്കേ, കൊല്ലത്തുകാരനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ പോലും സൂക്ഷ്മതയോടെ കൂടെ മാത്രമേ പ്രതികരിച്ചുള്ളൂ. അപ്പൊ CPM-ന് സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറിയും കൊല്ലത്തുകാരനായ ധനകാര്യമന്ത്രി ബാലഗോപാൽ പോലും പ്രതികരിക്കാതിരിക്കുകയോ സൂക്ഷ്മതയോടെ കൂടെ പ്രതികരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് CPM-ന് ആശ്വാസം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന പ്രതികരണം BJPയുടെ താമര അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച MP കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി CPM-ന്റെ MLA-യെ സഹായിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്നത്. ഞാൻ അതിന്റെ ചങ്ങാത്ത ബന്ധം
എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ഇന്ന് ഈ സന്ദർഭത്തിൽ അത് പറയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായി പറയാം. എന്തുകൊണ്ടാണ് EPM-ന് ആഹ്ലാദമുണ്ടാക്കുന്ന പല കാര്യങ്ങളും സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നുള്ളതിന്റെ ചങ്ങാത്ത ബന്ധം എന്താണെന്നുള്ളത് പിന്നീട് പറയാം. അത് ഏകദേശം ഒന്ന് സൂചന നൽകിക്കൂടെ ഇപ്പോൾ? ഏതായാലും ഇന്ന് ഇത് നിലനിൽക്കട്ടെ. ഇന്ന് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്ത, മാധ്യമ പ്രവർത്തകന്മാരെ അപമാനിച്ച, മാധ്യമങ്ങളെ മൊത്തമായി അപമാനിച്ച, കാരണം മാധ്യമങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. എന്തൊരു ആക്ഷേപകരമായ പദപ്രയോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയാണോ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത്? ഓരോ ഇരകളായ ആളുകൾ പരസ്യമായി രംഗത്ത് വന്ന് ഞങ്ങൾക്ക് ഇന്ന പീഡാനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞത് മാധ്യമങ്ങളുടെ തീറ്റയാണോ? എന്തൊരു അപമാനകരമായ കാര്യമാണ്. ശ്രീ TN പ്രതാപൻ, അവസാനമായി ഒരു ഉപദേശം ചോദിക്കുകയാണ് താങ്കളോട്. ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇനിയും പല നടന്മാരുടെ അടുത്തേക്ക് മൈക്കുമായിട്ട് ചെല്ലേണ്ടി വരും. നടന്മാരെ സംബന്ധിച്ച് നിരവധി സിനിമകളിൽ ഇഷ്ടംപോലെ സ്റ്റണ്ട് രംഗങ്ങളിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം അവർക്ക് മെയ്വഴക്കവും ഉണ്ടായിരിക്കും. കയ്യേറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു കരുതലെടുക്കേണ്ടതുണ്ടോ മാധ്യമപ്രവർത്തകർ? ഏതായാലും മലയാളത്തിലെ എല്ലാ ചലച്ചിത്ര താരങ്ങളും, പ്രത്യേകിച്ച് നടന്മാരും നടിമാരും ഒരുപോലെയല്ല എന്ന കാര്യം അടിവരയിട്ട് പറയട്ടെ. എല്ലാവരെയും ഒരേ രീതിയിൽ കാണേണ്ടതില്ല. എല്ലാവരും ഒരേപോലത്തെ ആളുകളല്ല. പൃഥ്വിരാജിനെ പോലുള്ള ആളുകളെ ഇന്നത്തെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ? ജഗദീഷിനെ പോലുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ? മലയാളത്തിലെ എല്ലാവരെയും ഒരുപോലെ കാണണ്ട. എങ്കിലും ഒരു ദൂരം, ചിലരുമായി ഒരു ദൂരം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലര് പിന്നെ ഈ അവരുടെ വിരൽ ചൂണ്ടി ശോഭിതരായി ഈ തീറ്റ പണ്ടാരങ്ങൾ എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് നാളെ ഏത് രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ, കാരണം അവരൊക്കെ സിനിമ രംഗത്ത് പല സ്റ്റണ്ടൊക്കെ അവതരിപ്പിച്ച് തഴക്കും പഴക്കം വന്ന ആളുകളാ. പിന്നെ ഏത് തരത്തിലുള്ള ഡയലോഗ് പറയാനും മടിയില്ലാത്ത ആളുകളാ. അതുകൊണ്ട് ഒരു ദൂരം, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർ ഒരു ദൂരം കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് നല്ലതാണ്. അവർക്ക് ഈ അനുഭവം ഉണ്ടായതിൽ അവർ തന്നെ ചിലരെങ്കിലും അവരുടെ മനസ്സിനകത്ത് കുറ്റബോധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യാണ്. ചില തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് ഈ അനുഭവം ഉണ്ടായതിൽ അവർ കുറച്ചുകൂടി കുറ്റബോധം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൂരം അവർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ സ്നേഹിതന്മാർ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മസുഹൃത്തുക്കളാ. സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ, ബന്ധുക്കളെ പോലെയുള്ള ആളുകളാ. അവർക്ക് എന്തെങ്കിലും ഒരു നോട്ടത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു പരിക്ക് പറ്റിയാൽ അത് ഞങ്ങളൊരു സഹിക്കൂല, സമ്മതിക്കില്ല.